എറണാകുളം കോലഞ്ചേരിയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. നിർമ്മാണ പ്രവർത്തനത്തിനിടെ തൊഴിലാളിക്ക് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. പരിക്കേറ്റ തൊഴിലാളിയെ ആശുപത്രിയിലേക്ക് മാറ്റി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ സി വിജയൻ അല്ല, റാഫി കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. റാഫി, വിവരങ്ങൾ എന്താണ്? ഈ പരിക്ക് ഗുരുതരമാണോ റാഫി? 19 വയസ്സുകാരനായ ഇതര സംസ്ഥാന തൊഴിലാളി സോഹനാണ് പരിക്കേറ്റിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇയാളുടെ ശരീരത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. റോഡിൽ ഒരു കുഴിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഈ ഭിത്തി കെട്ടുകയായിരുന്നു. അപ്പോഴാണ് ഇയാളുടെ ശരീരത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. EKK ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ, അതായത് കരാർ കമ്പനിയുടെ തൊഴിലാളിയാണ് ഇയാൾ. ഉടൻ തന്നെ മറ്റു തൊഴിലാളികൾ ചേർന്ന് ഇയാളുടെ ശരീരത്തിൽ വീണ മണ്ണ് മാറ്റി കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഇയാളുടെ ആരോഗ്യനിലയിൽ മറ്റ് ആശങ്കകളില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഒപ്പം തന്നെ ഇവൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ കരാർ കമ്പനിക്കെതിരെ ഉയരുന്നത് വേണ്ടത്ര സുരക്ഷയൊരുക്കാതെയാണ് ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. നാട്ടുകാരടക്കം ഇത് ആരോപിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിൽ റോഡിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ 6 കിലോമീറ്റർ ദൂരത്തിലും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ആരോപിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ തൊഴിലാളിയുടെ ആരോഗ്യനിലയിൽ മറ്റ് ആശങ്കകളില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരി, റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.